മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, നോമ്പുകാലം 6-ാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. ശിഷ്യന്മാരെയൊക്കെ കൂടെ കൂട്ടി തമാശകളൊക്കെ പറഞ്ഞ് ഒരുപാട് യാത്രകൾ ചെയ്ത് തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ പകുതി ഈശോ ഇങ്ങനെ പൂർത്തിയാക്കുകയാണ്. ഇനി കഥയുടെ സ്വഭാവം പാടെ മാറുകയാണ്. അഭിനയിക്കുന്ന വ്യക്തിയും അവൻ പറയുന്ന സംഭാഷണങ്ങളുമൊക്കെ കുറച്ചും കൂടി അല്പം കൂടി ഗൗരവമുള്ളതായി മാറുകയാണ്. വലിയ അല്ലലും അലച്ചിലുമൊന്നുമില്ലാതെ ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ചു കടന്നു പോയേക്കാമെന്ന് വിചാരിച്ചിരുന്ന ശിഷ്യന്മാരുടെ മുൻപിലേക്ക് സുവിശേഷത്തിൻ്റെ ആദ്യ വാചകം, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും, ഈ ഒരൊറ്റ വാചകത്തിൽ ഈശോ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നുള്ളതിനാൽ അവനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും സഹനങ്ങൾ ഉണ്ടാവുക ആണ് എന്ന് ഈശോ സൂചന നൽകുകയാണ്. ബിഷപ്പ് ഫുൾട്ടൻ ജേഷന്റെ വാക്കുകളിൽ, മിശിഹായെ നിങ്ങൾ യഥാർത്ഥമായി പിന്തുടരാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയേക്കാം, തീർത്തും അവഗണിക്കപ്പെട്ടു പോയേക്കാം, ഒരുപാട് സഹനങ്ങളും കൂടെ ഉണ്ടായിരുന്നേക്കാം. നമ്മളിങ്ങനെ ഒരുപാട് കൺവെൻഷനുകളിൽ പങ്കെടുക്കുകയും ഒരുപാട് ധ്യാനഗുരുക്കന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് തിരിച്ചു വരികയേ ചെയ്യാറുള്ളൂ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈശോയെ പിന്തുടരാൻ ആഗ്രഹിച്ചാൽ, ആത്മാർത്ഥതയോടെ തീക്ഷ്ണതയോടെ അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും മുറിവുകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ ചുമതല ഏറ്റുടനെ തുടക്ക കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത്, മുറിവേറ്റ സഹനങ്ങളുള്ള സഭയാണ് യഥാർത്ഥ സഭ, മുറിവേറ്റ ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. സഹനങ്ങളെപ്പറ്റി ഇത്രമാത്രം പറയാനുള്ള ആർജവത്വം ഈശോയ്ക്കുണ്ടായിരുന്നു. പിറന്നു വീഴാനായി തുടരെ കൊട്ടിയ സത്രവാതിലുകൾ അടച്ച നിമിഷം മുതൽ കാൽവരിയുടെ ഉച്ചിയിലെത്തുന്നതുവരെ സഹനത്തിൻ്റെ ഒരു പിടി നിമിഷങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹനങ്ങളിലൂടെയും മുറിവുകളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യരെ പെട്ടെന്ന് ഈശോയ്ക്ക് പിടുത്തം കിട്ടും. അവരെയൊക്കെ ഈശോയ്ക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. ഉത്ഥാനത്തിന് ശേഷം ഈശോ ഈ മുറിവുകളുമായിട്ട് എന്തേ പ്രത്യക്ഷപ്പെട്ടത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ അവന് ഈ മുറിവുകളൊക്കെ അങ്ങനെ മായ്ച്ചു കളഞ്ഞ് നല്ല സുന്ദരനായിട്ട് മിടുക്കനായിട്ട് പ്രത്യക്ഷപ്പെടാമായിരുന്നു. എന്നിട്ടും ഈശോ ഈ മുറിവുകളുമായിട്ട് വന്നതിൻ്റെ അർത്ഥം താൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് സൂചന നൽകാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള അടയാളമാണ്. അതാണ് സഭാപിതാവ് വിശുദ്ധ അഗസ്തീനോസ് എഴുതി വച്ചിരിക്കുന്നത്, സഹനങ്ങൾ സ്നേഹത്തിൻ്റെ അടയാളമാണ്. സഹനങ്ങൾ സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മുടെയൊക്കെ വീട്ടകങ്ങളിലെ അമ്മമാരെ പറ്റി തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരിങ്ങനെ അവരുടെ ശരീരത്തിൽ ഒരു തിരുശേഷിപ്പായിട്ട് അവശേഷിപ്പിക്കുന്ന ഒരു ചെറിയ മുറിവില്ലേ? നമ്മളൊക്കെ ഇങ്ങനെ പിറന്ന് വീണ ആ സമയം മുതൽ ആ പൊക്കിൾ കൂടി ബന്ധത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ആ ചെറിയ ഒരു മുറിവ് അവരിങ്ങനെ ഇപ്പോഴും തങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളങ്ങളല്ലേ? മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ്. മുറിവേറ്റ ക്രിസ്ത്യാനിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. മുറിവുകളും സഹനങ്ങളുമുള്ള സഭയാണ് യഥാർത്ഥ സഭ. സഹനങ്ങളെല്ലാം സ്നേഹത്തിൻ്റെ അടയാളമാണ്. മിശിഹ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.